മന്ത്രപ്പട്ടയും തൊങ്ങലും എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാളുടെ വസ്ത്രധാരണം കൊണ്ടോ, ആളിൻ്റെ സഭയിലെ സ്ഥാനം കൊണ്ടോ, ഭക്തി പ്രകടനങ്ങൾ കൊണ്ടോ തങ്ങൾ ആത്മീയരെന്ന് കാണിക്കുവാൻ ശ്രമിച്ചെന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് ദൈവവുമായി ബന്ധമില്ലാത്തവരാകുന്നു എന്ന് യേശു പഠിപ്പിച്ചു. ജീവസന്ദേശത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്തുവിലേക്ക് ജനങ്ങളെ നയിക്കുവാനും അവരുടെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയാണ് ദൈവം തൻ്റെ കൃപാവരങ്ങൾ നമ്മെ ഫലമേൽപ്പിക്കുന്നത്. എന്നാൽ ഈ കൃപയെ മറയാക്കി ക്രിസ്തുവിനുള്ള സ്ഥാനം സ്വന്തമാക്കുവാൻ തുനിയുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുകയാണ്. ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ ഗുരുവും കർത്താവും. ദൈവമാണ് നമ്മുടെ പിതാവ്. ഭൂമിയിൽ ആർക്കും ദൈവത്തെപ്പോലെ ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുവാനോ കൈകാര്യം ചെയ്യുവാനോ കഴിയുകയില്ല. നാം മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യം വിസ്മരിക്കാതെ വേണം ദൈവത്തിൻ്റെ പ്രതിനിധികളായി ജീവിക്കുവാൻ. അല്ലാത്തപക്ഷം അത് കപടഭക്തിയിലേക്കും ആത്മീയ വഞ്ചനയിലേക്കും വഴുതി വീഴുവാനിടയാക്കും. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നും നാം 23-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ അത് വായിക്കുന്നവരുടെ പോലും തോലുരിയുന്നത് പോലെ തോന്നും. അതുപോലുള്ള വാക്കുകളാണ് ഈ മനുഷ്യരോട് യേശു പറയുന്നത്. ഇവിടെ യേശു ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ യേശുവിൻ്റെ നാവിൽ നിന്നും മറ്റൊരിക്കൽ പോലും വന്നിട്ടില്ല എന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതൊരു കരുണയും കാണിക്കാത്ത കുറ്റപ്പെടുത്തൽ തന്നെയാണ്. 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ഈ മതനേതാക്കന്മാർ അധികാര സ്ഥാനത്തിരിക്കുന്നവരായിരുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളെ കൈകാര്യം ചെയ്തിരുന്നത് അവരായിരുന്നു. അവർക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് അവർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നത്തെ അവസ്ഥയും ഇതിൽ നിന്നും വിഭിന്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ക്രിസ്തീയ സഭകളിലെ പല നേതാക്കന്മാരും യേശുവിൻ്റെ സമയത്തെ മതനേതാക്കന്മാരെ കൂട്ടല്ലേ. ജനങ്ങൾ അവരെ നോക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയില്ലേ? സത്യത്തെ വ്യാഖ്യാനിച്ച് കൊടുക്കുവാൻ. 3-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിരിക്കുന്നത് പോലെ ചെയ്യുക, അല്ലാതെ ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നതിനെ അനുകരിക്കാതിരിക്കുക. കാരണം അവർ ദൈവവചനത്തെ അല്ല പിന്തുടരുന്നത്. മത നേതാക്കന്മാരെക്കുറിച്ച് യേശു പറഞ്ഞ പരിതാപകരമായ വിശദീകരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശു തുടർന്ന് പറയുന്നത്, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. ഈ പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു എന്ന് യേശു പറഞ്ഞു. ന്യായപ്രമാണത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇസ്രായേൽ മക്കൾ സദാ ഓർത്തിരിക്കണമെന്ന് ദൈവം മോശയിലൂടെ കൽപ്പിച്ചു. അടിമത്തത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിൻ്റെ നന്മയും അവരുടെ ജീവിതത്തിന് ആവശ്യമായ
ദൈവം നൽകിയ പ്രമാണങ്ങളും അവരുടെ മനസ്സിലും ഓർമ്മയിലും സദാ ഉണ്ടായിരുന്ന് അവർ അതനുസരിച്ച് ജീവിക്കണമെന്നത്രേ ദൈവം ആ കൽപ്പന കൊണ്ട് ആഗ്രഹിച്ചത്. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്നും ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് 4 ഭാഗങ്ങൾ ഒരു ചർമ്മപത്രത്തിലെഴുതി തങ്ങളുടെ കയ്യിലും നെറ്റിയിലും മന്ത്രപ്പട്ടയായി യഹൂദന്മാർ കെട്ടിവെക്കുമായിരുന്നു. യഹോവയുടെ സകല കൽപ്പനകളും സദാ ഓർക്കുവാൻ സഹായിക്കുന്നതിനായി അവരുടെ വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്കൽ പൊടിപ്പിലെ നീലച്ചരടും, അതാണ് തൊങ്ങൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് കെട്ടുവാൻ സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തെയും അതിൻ്റെ ആത്മാവിനെയും നിഷേധിച്ച് ഈ പറഞ്ഞ ആളുകൾ തങ്ങളുടെ ആത്മീയതയുടെ ബാഹ്യ പ്രകടനങ്ങളായി ഈ ആജ്ഞകളെ അനുഷ്ഠിച്ചു. കൂടുതൽ ഭക്തിയുള്ളവരെന്ന് കാണിക്കുവാൻ പലരും തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയിലും തൊങ്ങൽ വലുതാക്കിയും ഉണ്ടാക്കി. അത് മറ്റുള്ളവർക്ക് വാസ്തവത്തിൽ അവഹേളനമായി മാറിയിരിക്കുകയാണ്. പൊടിപ്പോ തൊങ്ങലോ വീതിയുള്ള മന്ത്രപ്പട്ടയോ അല്ല പ്രധാനപ്പെട്ടത്. പിന്നെയോ യഹോവയുടെ കൽപ്പനകൾ ഓർത്ത് അനുസരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാഹ്യമായ എന്തെങ്കിലും ആത്മീയതയുടെ അടയാളമായി കാണുവാൻ ശ്രമിക്കുന്നവർ വരുത്തി വെക്കുന്ന വിനയാകുന്നു നമ്മുടെ കർത്താവ് ഇവിടെ വിവരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ദൈവത്തെ സ്നേഹിക്കുകയോ അനുസരിക്കുകയോ അല്ല, പിന്നെയോ തങ്ങൾ ആത്മീയരെന്ന് പൊതുജനം അംഗീകരിക്കണം. പിന്നെ ആത്മീയതയുടെ മറവിൽ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാമല്ലോ. ഇന്ന് പലർക്കും മന്ത്രപ്പട്ടയും തൊങ്ങലും സഭയിലെ തങ്ങളുടെ സ്ഥാനമോ പേരിനോട് ചേർക്കുന്ന പദവിയോ പ്രത്യേകതരം വസ്ത്രധാരണമോ ആചാരങ്ങളോ ഒക്കെ ആകാവുന്നതാണ്. ഇതൊക്കെ ഉള്ളത് തെറ്റാകുന്നു എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അതുണ്ടെങ്കിലേ ആത്മീയതയുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. കർത്താവ് തന്നെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. അത്താഴത്തിൽ പ്രധാനപ്പെട്ട സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. ഒരു സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന നിങ്ങളെ അച്ഛനെന്നോ പാസ്റ്ററെന്നോ ബിഷപ്പാണെങ്കിൽ തിരുമേനിയെന്നോ ആരെങ്കിലും വിളിച്ചെന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന വിദ്യകളുണ്ടല്ലോ, അല്ല ആരെങ്കിലും വേറെ വിധത്തിൽ നിങ്ങളെ സംബോധന ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. സമൂഹത്തിൽ ഇതൊക്കെ കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ ഈ സ്ഥാനഭ്രമം നിങ്ങളുടെ തലയിൽ കയറിയാൽ നിങ്ങളുടെ ആത്മീയത അവിടെ തീർന്നു. ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും തുല്യരാണ് സുഹൃത്തെ, സകല മനുഷ്യരും തുല്യരാണ്. ദൈവത്തോട് മറുതലിച്ച മനുഷ്യൻ വർണ്ണവും വർഗവും ജാതിയും മതവും ഒക്കെ വെച്ച് തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മനുഷ്യനെ വിഭജിച്ചു. ഇതുതന്നെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ശാപം. ഇതിനെയെല്ലാം നമ്മുടെ കർത്താവ് അധിക്ഷേപിക്കുകയാണ് വാസ്തവത്തിൽ ഈ വാക്യങ്ങളിലൂടെ ചെയ്തിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളോ റബ്ബി എന്ന പേർ എടുക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. നിങ്ങളോ റബ്ബി എന്ന പേർ എടുക്കരുത്, അതിൻ്റെ അർത്ഥം ഗുരു എന്നത്രേ. ഒരു സഭയിൽ പട്ടക്കാരൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ ബഹുമാനവും ആദരവും അർഹിക്കുന്നു എന്നത് തീർച്ചയാണ്. എന്നാൽ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനല്ല എന്ന കാര്യം അദ്ദേഹം ഓർത്തിരിക്കണം. അദ്ദേഹവും നിങ്ങളുടെ ഒരു സഹോദരൻ മാത്രമാണ്. 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. പിതാവ് എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്നവനാണ്. ആത്മീയ കാര്യത്തിലൊരു വ്യക്തിയെ പിതാവെന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ ആത്മീയ ജനനം നൽകുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്താക്കുകയാണ് ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ ദൈവദൂഷണമാകുന്നു. പിതാവായ ദൈവം മാത്രമാണ് ആത്മീയ ജീവൻ നൽകുന്നത്. നായകൻ എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനത്തിരിക്കുന്നവനെന്നാണ്. ഇന്ന് സഭയുടെ തലയെന്ന നിലയിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന നായകൻ ക്രിസ്തു മാത്രമാണ്.
ഇവിടെ ഏറെ വിശദീകരണം ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പേരുകൾ ഉപയോഗിക്കുന്നവർക്ക് തന്നെ വ്യക്തമായി അറിയാം തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. കാലാകാലങ്ങളായി ആരോ അടിച്ചേൽപ്പിച്ച തെറ്റുകൾ ഇന്നും ചെയ്തു മുന്നോട്ട് പോകുന്നത് കൂടുതൽ ദോഷത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കൂ. മറക്കരുത്. 11, 12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നിങ്ങൾക്ക് വലിയവനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ദാസനാകണം. വലിയവനാകാൻ ദാസനാകുവാനല്ല, ആ മനോഭാവമായിരിക്കണം. അടുത്തതായി നാം കാണുവാൻ പോകുന്നത് യേശു ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും വരുവാൻ പോകുന്ന ശാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിൽ മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ള കർക്കശമായ ഭാഷയാണ് സൗമ്യരിൽ സൗമ്യനായ യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. കർത്താവായ യേശുക്രിസ്തു പാപത്തെ കുറ്റം വിധിച്ച ഗൗരവത്തിൽ പഴയ നിയമ പ്രവാചകന്മാർ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വരുവാൻ പോകുന്ന ആ ശാപത്തെ യേശു പ്രഖ്യാപിക്കുന്നത് ഇനിയും ശ്രദ്ധിച്ചാലും ഇത് ശക്തമായ ഭാഷയാണ്. 13 വാക്യത്തിൽ അവൻ പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. ഈ ഭാഗത്ത് ഹാ കഷ്ടം എന്ന പ്രയോഗം 8 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രിമാരെയും പരീശന്മാരെയും കപടഭക്തിക്കാർ എന്ന് 7 പ്രാവശ്യം യേശു സംബോധന ചെയ്യുന്നു. അവരുടെ തെറ്റായ നേതൃത്വം കൊണ്ട് മറ്റുള്ളവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അവർ അടയ്ക്കുന്നു എന്ന് യേശു അവരെ കുറ്റപ്പെടുത്തുന്നു. 14, 15 വാക്യങ്ങളിൽ നാം കാണുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യർ നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. പക്ഷേ തങ്ങളുടെ ഇടപാടുകളിൽ അവർ ഹൃദയശൂന്യരും വക്രബുദ്ധിക്കാരുമായിരുന്നു, ചതിയന്മാരായിരുന്നു. ഭക്തി കളിക്കുന്നതിൽ ഒരു കുറവുമില്ലായിരുന്നു. മനുഷ്യരുടെ മുൻപിൽ വളരെയധികം ഭക്തി നടിച്ചിരുന്നു. എത്ര ശോചനീയമായ ഒരു സ്ഥിതിയായിരുന്നു ഈ കൂട്ടർക്കുണ്ടായിരുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഒരുത്തൻ ചെയ്യുന്ന സത്യം നിറവേറ്റുവാൻ അവൻ പരാജയപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാകും എന്നാണ്. സത്യം ചെയ്താൽ അത് അതുപോലെ തന്നെ സത്യമായി സൂക്ഷിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നതാണ് ആ ഭാഗത്ത് നാം കാണുന്നത്. പരീശന്മാർ പഠിപ്പിച്ചിരുന്നത് എന്തെന്നാൽ, നിങ്ങൾ ദേവാലയത്തെയോ യാഗപീഠത്തെയോ ചൊല്ലി സത്യം ചെയ്താൽ ആ സത്യം അതുപോലെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പോലും. പക്ഷേ ദേവാലയത്തിലെ പൊന്നിനെ ചൊല്ലിയോ യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ചൊല്ലിയോ നിങ്ങൾ സത്യം ചെയ്താൽ നിങ്ങളത് നിവർത്തിക്കുവാൻ കടപ്പെട്ടവരാകുന്നു എന്നാണ്. ഇവർ സത്യത്തിൽ ചെയ്തിരുന്നത് തലനാരിഴ കീറുകയായിരുന്നു. ഭൗതിക വസ്തുക്കൾക്കാണ് അവർ പ്രധാനം കൊടുത്തിരുന്നത്. അല്ലാതെ ആ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ആത്മിക ഉദ്ദേശങ്ങൾക്കല്ലായിരുന്നു. ഇതിനകത്തും സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സത്യമാകുന്ന ദൈവത്തെ ആ മനുഷ്യർ തങ്ങളുടെ സൗകര്യം പോലെ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നും ഈ ധാരണ ഒരുപാടില്ലേ? ചില സ്ഥലങ്ങളിൽ ഭക്തി കൂടുതലും ചില സ്ഥലങ്ങളിൽ തോന്നിയതുപോലെയുമാകാമെന്ന ചിന്ത, പള്ളിയിലെ ഭക്തി വെളിയിൽ വേണ്ട എന്ന ചിന്ത ദൈവത്തെ വാസ്തവത്തിൽ അസത്യവാദിയാക്കുന്നു എന്നാണ് കർത്താവ് വളരെ ശക്തമായി അവരോട് പറയുന്നത്. 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭക്തന്മാരുടെ 5ാമത്തെ കുറ്റം കാണാവുന്നതാണ്. അത് ന്യായപ്രമാണത്തിലെ വില കുറഞ്ഞതും ചെറുതുമായ കാര്യങ്ങളിൽ ഈ നേതാക്കന്മാർ ഭയങ്കര കർക്കശക്കാരായിരുന്നു. അതേസമയം ആചരിക്കേണ്ട അതിപ്രധാന സംഗതികൾ അവർ സൗകര്യപൂർവ്വം ഉപേക്ഷിച്ചു. അതിനവർ മുടന്തൻ ന്യായങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തതായി നാം മനസ്സിലാക്കുന്നു. 23 വാക്യത്തിൽ നാം വായിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ
നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ചെറിയ ചെറിയ സാധനങ്ങളുടെ ദശാംശം കൊടുക്കുന്നതിൽ അവർക്ക് ഭയങ്കര നിഷ്ഠയായിരുന്നു. ജീരകത്തിനും അതുപോലെയുള്ള മറ്റ് മസാലകൾക്കും ഇന്ന് വിലയുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ വലിയ വിലയില്ലാത്ത സാധനങ്ങളായിരുന്നു ഇവ എന്ന് തോന്നുന്നു. തുളസിയുടെ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. തുളസിയുടെ ദശാംശം. പരീശന്മാർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര ചിട്ടയായിരുന്നു. പക്ഷേ യേശു പറയുന്നത് ന്യായപ്രമാണത്തിൽ ഘനമേറിയവ നിങ്ങൾ ത്യജിച്ച് കളയുന്നു എന്ന്. ആ ഘനമേറിയവ ഈ മനുഷ്യരെ ക്രിസ്തുവിങ്കലേക്ക് അടുപ്പിച്ചേനെയും. അതുകൊണ്ട് 24-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. യേശു ഈ വാക്യം ഫലിതരൂപേണ പറഞ്ഞതാകുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. യേശു അത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പൊട്ടിച്ചിരിച്ചേനെയും. അല്ലാത്ത പക്ഷം ഞാനൊരു ശാസ്ത്രിയോ പരീശനോ ആയിരുന്നിരിക്കണം. ഒരു ഗൗരവ സ്വഭാവത്തിലാണ് യേശു കർത്താവ് ഇത് പറഞ്ഞത്. പക്ഷേ ആ കൂട്ടത്തിൽ കേട്ടുകൊണ്ടിരുന്നവരിൽ, പ്രത്യേകിച്ച് പഴയ നിയമ മത നേതാക്കന്മാരെക്കുറിച്ച് അറിയാവുന്നവരിൽ പലരും യേശുവിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ ചിരിച്ചു കാണും. ചെറിയ കാര്യങ്ങളെ, നിസാര സംഗതികളെ വളരെയധികം ഊതി വീർപ്പിച്ച് കാണിക്കുന്ന പലരെയും എനിക്കറിയാം. ഒരു പ്രിയ സഹോദരി ആഭരണം ഇടാറില്ല, ആഭരണം ഇടുന്നതിനെതിരായി എപ്പോഴും വാദിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ആഭരണമിടുന്നവരെല്ലാം നേരെ നരകത്തിലേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചു വെച്ചിരുന്ന ഈ സഹോദരിയുടെ വിലപ്പെട്ട ആഭരണമായിരുന്നു ഏഷണി എന്നുള്ളത്. നാക്കിനെല്ലില്ലാത്തതുപോലെ അവർ സംസാരിക്കും. ആരെക്കുറിച്ചും എന്തും എവിടെ വെച്ച് വേണമെങ്കിലും പറയുവാൻ ഒരു മടിയുമില്ല. ഈ സ്ത്രീയുടെ നാവിനാൽ മുറിവേറ്റ ആളുകളുടെ എണ്ണം വളരെയാണ്. പക്ഷേ വിശുദ്ധിയും വേർപാടുമൊക്കെ പറയുന്നത് കേട്ടാൽ നാക്കിന് എന്ത് നീളമാണെന്നറിയാമോ? മറ്റുള്ളവരോട് മിണ്ടുവാൻ തന്നെ ഈ സ്ത്രീയുടെ അഹങ്കാരം അനുവദിക്കുമായിരുന്നില്ല. കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. വില കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വില കൊടുക്കൂ സുഹൃത്തേ. ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ന്യായവും കരുണയും ദൈവത്തോടുള്ള വിശ്വാസവും. താങ്കൾ അത് പ്രകടമായി കാണട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. യേശു ഇവരുടെ നേരെ ആരോപിക്കുന്ന 6ാമത്തെ കുറ്റം, ഇവർ പുറമേയുള്ളൊരു മതത്തിൻ്റെ പിൻപേ പോകുന്നു എന്നതാണ്. ആന്തരികമായ ഭക്തി അവർ കാര്യമാക്കുന്നതേയില്ല. ഇത് 2 ദൃഷ്ടാന്തങ്ങളായി ക്രിസ്തു വിശദീകരിക്കുന്നു. ഒന്നാമതായി, പുറം വെടിപ്പാക്കിയതും അകം അഴുക്കുകൊണ്ട് നിറഞ്ഞതുമായ ഒരു പാത്രത്തോടെ യേശു അവരെ ഉപമിക്കുന്നു. രണ്ടാമതായി, പുറം വെള്ള തേച്ച ശവക്കല്ലറയോട് മതനേതാക്കന്മാരെ യേശു ഉപമിക്കുന്നു. ഇന്നത്തെ സാധാരണ സഭയുടെ ഒരു വ്യക്തമായ ചിത്രമാകുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മിക്കവാറും ആരാധനാ സ്ഥലങ്ങളിൽ ഇതല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് കിണ്ടികിണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ ഈ തലമുറയ്ക്ക് പ്രയാസമാണെങ്കിൽ ജഗ്ഗും പ്ലേറ്റുമാകട്ടെ, പക്ഷേ ഉള്ളിൽ പാപത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവരുടെ ചെയ്തികളെ പാപമെന്ന് വിളിക്കുന്നത് തന്നെ ഇക്കൂട്ടർക്ക് ഇഷ്ടമല്ല. പുറമേയുള്ള ആചാരങ്ങൾ ഒന്നും തന്നെ മനുഷ്യൻ്റെ ആന്തരിക അശുദ്ധിയെ നീക്കുവാൻ ഉതകുന്നതല്ല. പുറമെ വെടിപ്പാക്കിയത് കൊണ്ട് പാത്രം ഉപയോഗിക്കുവാൻ കഴിയില്ല. പരീശന്മാർ യാഥാർത്ഥ്യത്തിന് പകരം ആചാരങ്ങളും വിശ്വാസത്തിന് പകരം ക്രമങ്ങളും ദൈവത്തിന് പകരം പ്രമാണങ്ങളും കൊണ്ടുവന്നു. അതുകൊണ്ട് യേശു പറയുകയാണ്, കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. എത്ര പ്രാവശ്യമാണ് കർത്താവ് ഇവരെ ഇത് വിളിക്കുന്നത്. യേശു ഇവിടെ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുത്. പുറം വെടിപ്പാക്കേണ്ടതില്ല എന്ന് കർത്താവ് പറയുന്നില്ല. പക്ഷേ അകം അഴുക്കായിരിക്കുകയും
പുറം വെടിപ്പാക്കി വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റായ ഒരു ധാരണയാണ് മനുഷ്യർക്ക് നൽകുന്നത്. അകം വെടിപ്പാക്കിക്കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. കർത്താവ് പറയുകയാണ് 27-ാം വാക്യത്തിൽ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. യേശു ഉപയോഗിച്ചിട്ടുള്ളതിലേക്കും ഭയാനകമായ വ്യാഖ്യാലങ്കാരമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വാക്യത്തിൽ പുറം വെടിപ്പായും അകം അഴുക്കായും ഇരിക്കുന്ന കിണ്ടികിണ്ണങ്ങൾ ഇന്നത്തെ സഭയുടെ സാധാരണ ചിത്രമാകുന്നു. എന്നാൽ ഈ ശവക്കല്ലറയുടെ സാദൃശ്യം സഭാംഗത്വമുള്ള ഒരു വ്യക്തിയെ കുറിക്കുന്നതല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പുറമേ മനോഹരമായിരിക്കുന്നു, അകമേ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥ. ഭക്തിയുടെ വേഷം ധരിച്ച ഇവർ അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു. അങ്ങനെ യേശുവിൽ പുതിയ സൃഷ്ടികളാകുവാനുള്ള ശക്തി ഇവർക്കിന്നില്ല. വേഷം മാത്രമേ ഉള്ളൂ. അതേ സുഹൃത്തെ, നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി എന്നുള്ള ഉറപ്പുണ്ടാകാത്തിടത്തോളം കാലം നിങ്ങളുടെ സഭാംഗത്വം പ്രയോജനമില്ലാത്തതാണ്. നിങ്ങൾ കാണിക്കുന്ന ഭക്തിയും നിങ്ങളുടെ ആരാധനയും എല്ലാം വെറും കപടഭക്തിയായി മാത്രമേ ദൈവം കാണുന്നുള്ളൂ. 28-ാം വാക്യത്തിൽ മതനേതാക്കന്മാരെ ക്രിസ്തു എത്ര ഗൗരവമായിട്ടാണ് ശകാരിക്കുന്നത് എന്ന് നോക്കിക്കേ. അവർ തെറ്റ് ചെയ്താൽ മറ്റാരെക്കാളും അധികം അവരാണല്ലോ ശകാരിക്കപ്പെടേണ്ടത്. പ്രിയ സുഹൃത്തെ, ദൈവവചനം കൂടുതൽ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇന്നാളുകളിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കുമോ? ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തെ അനുസരിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരെ ഇന്നാളുകളിൽ നമുക്ക് എന്തുമാത്രം ആവശ്യമാണെന്നറിയാമോ? 29 മുതലുള്ള വാക്യങ്ങളിൽ യേശു അന്നത്തെ മതനേതാക്കന്മാർക്ക് നേരെ ആരോപിക്കുന്ന 7ാമത്തെ കുറ്റം നാം കാണും. ഈ വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത് മരിച്ചുപോയ പ്രവാചകന്മാരുടെ ഓർമ്മയ്ക്ക് അവർ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യുന്നുണ്ട് എന്നാണ്. വളരെ ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. എത്ര വലിയ ഭയഭക്തിയോടെയാണ് അവരെ ഓർക്കുന്നതെന്നറിയാമോ? വിശുദ്ധനായ ഇന്നാര്. പക്ഷേ ഇന്ന് അവരോടുകൂടിയുള്ള വിശുദ്ധന്മാരെ അവർ ഉപദ്രവിക്കുകയാണ്. പണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തത് തെറ്റാണെന്ന് ഇന്ന് ഈ ജനം പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനം ഇന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്നാണ് യേശു പറയുന്നത്. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ പ്രവാചകന്മാരെ ഇപ്പോൾ ആദരിക്കുന്ന ഈ മതനേതാക്കന്മാർ തന്നെ ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവപുത്രനെ ക്രൂശിപ്പാൻ റോമ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നത് നാം കാണുന്നതാണ്. 33-ാം വാക്യം ഹൃദയഭേദകം തന്നെയാണ്. യേശു പറയുകയാണ്, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ഇനിയും ഈ മത നേതാക്കന്മാർക്ക് ഇതിനേക്കാൾ ശക്തമായ ഭാഷ ഊഹിക്കാൻ പോലും കഴിയില്ല. അവരെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താണ് ക്രിസ്തു അർത്ഥമാക്കിയത്? നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവെങ്കിൽ ദൈവം താങ്കളെ അവകാശമായി തൻ്റെ പൈതലായി കാണുന്നില്ല. ഒരു ദൈവ പൈതലായി കാണുവാനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തുവിനെ കൈക്കൊള്ളുക മാത്രമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട്, അതായത് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി എന്നാണ്. ഈ ഭാഗത്ത് കർത്താവ് അല്പം കർക്കശമായിട്ടാണ് സംസാരിക്കുന്നത്. അവൻ കുടിക്കുവാൻ തരുന്ന ചായ അല്പം കടുപ്പം കൂടിയതായിട്ടാണ് പലർക്കും അനുഭവപ്പെടുന്നത്. നിങ്ങളെ സ്നേഹിച്ചതിനാൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പക്ഷേ നിങ്ങൾ അവനെ തള്ളിക്കളയുന്ന പക്ഷം അവിടുന്ന് നിങ്ങളുടെ ന്യായാധിപനായിട്ടായിരിക്കും വരുവാൻ പോകുന്നത്. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഇതൊക്കെയും ഈ തലമുറമേൽ വരും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. AD 70 യെരുശലേമിന് സംഭവിപ്പാനിരുന്ന നാശത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പ്രവചിക്കുന്നത്. അടുത്തതായി അവൻ ചെയ്യുന്നത് എന്താണ്? വളരെ ശക്തമായി ശകാരിച്ചവൻ യെരുശലേമിനെ നോക്കി കരയുവാൻ പോവുകയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 37 മുതൽ 23-37 മുതൽ. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും.
കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യെരുശലേമിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനത്തിൽ യെരുശലേം അവനെ തള്ളിക്കളഞ്ഞു. അവൻ യെരുശലേമിനെയും തള്ളിക്കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ പട്ടണത്തെ നോക്കി അവൻ കരയുകയാണ്. അവൻ അതിനെ തള്ളിക്കളഞ്ഞു എന്നത് ശരിയാണ്, പക്ഷേ അവൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ മേൽ വരുന്നതായ ന്യായവിധി അറിഞ്ഞിട്ട് യേശു കരയുകയാണ്. തകർന്ന ഒരു ഹൃദയത്തോടെയാണ് ക്രിസ്തു യെരുശലേമിനെ ശാസിച്ചത്. ചില ആളുകൾ യേശുവിനെ യിരെമ്യാ പ്രവാചകനായി തെറ്റിദ്ധരിച്ചതോർക്കുമല്ലോ. അതിന് പ്രധാന കാരണം പഴയ നിയമത്തിൽ ജനത്തെ ശക്തമായി ശാസിക്കുമ്പോഴും അവരോടുള്ള കരുതൽ കൊണ്ട് ഹൃദയം പൊട്ടി കരഞ്ഞ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. പ്രസംഗിക്കുന്ന പ്രസംഗകരോട് എനിക്കുള്ള അപേക്ഷ, നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരോടൊരു കരുതലില്ലെങ്കിൽ, അവരെക്കുറിച്ച് ഭാരമില്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. 39 വാക്യത്തിൽ നാം വായിച്ചത് മതനേതാക്കന്മാർ മാത്രമല്ല, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഞെട്ടിത്തിരിഞ്ഞിരിക്കുകയാണ്. സംഭവങ്ങൾ വളരെ ആശ്ചര്യജനകമായ ഒരു വിധത്തിലായിരിക്കുന്നു എന്നവർക്ക് തോന്നുകയാണ്. യെരുശലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് അവർ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അവൻ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നത് വരെ അവരുടെ ഭവനം ശൂന്യമായി തീരുകയും അവർ അവനെ കാണുകയും ഇല്ല എന്ന്. ഇവിടെ നാം കാണുന്ന വേറൊരു കാര്യം എന്തെന്നാൽ, ഇപ്പോൾ അവൻ ക്രൂശിലേക്ക് പോകുന്നു എങ്കിൽ തന്നെ അവൻ വീണ്ടും വരും എന്ന ഉറപ്പ് യേശു അവർക്ക് നൽകുന്നു. അതായിരിക്കും അവൻ്റെ രാജകീയ പ്രവേശനം. ആ പ്രവേശനത്തിനായിട്ടാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി. അതിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമൂഹം കൊടിയ പാപികളെന്ന് മുദ്രകുത്തി തള്ളിക്കളഞ്ഞവരോട് പോലും കർത്താവായ യേശു അത്യന്തം ആർദ്രതയോടും കരുണയോടും ഇടപെട്ടതായി നാം കാണുന്നു. ഇനിയും പാപം ചെയ്യരുതെന്ന താക്കീതോടുകൂടി അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ പ്രസംഗിക്കുന്ന സത്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരുന്ന മതനേതാക്കളോട് കർത്താവ് വളരെ രൂക്ഷമായി പ്രതികരിച്ചു. താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളാണ് നിയമങ്ങളുടെ പേരിൽ അവർ മനുഷ്യൻ്റെ മേൽ ചുമത്തിയിരുന്നത്. പുറമേ വെടിപ്പും ഭക്തിയും പ്രകടിപ്പിച്ചെങ്കിലും ഉള്ളിൽ അഴുക്കും കപടതയും നിറഞ്ഞ കല്ലറകൾ പോലെയായിരുന്നു അവരുടെ അവസ്ഥ. എങ്കിലും തന്നെ തള്ളിക്കളഞ്ഞ അവർക്ക് വേണ്ടി പോലും വിലപിക്കുകയും കരയുകയും ചെയ്ത കർത്താവിൻ്റെ ഹൃദയവിശാലതയും മനസ്സലിവും നമ്മുടെ ഗ്രഹണശേഷിക്കും അപ്പുറമുള്ളതാണ്.